ഇന്ന് നമ്മൾ രാവിലെ ന്യൂസ് ചാനൽസിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മാനേജ്മെൻറ്റ് നിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ആൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ സേഫ് ആയിട്ടിരിക്കാൻ. അപ്പോൾ നമ്മളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ഞങ്ങളിത് ചോദിച്ചപ്പം ഇവിടെ നിന്ന് ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു മാം പറഞ്ഞിട്ട് ആൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഒരാളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരാളുടെ ഫോട്ടോ, ആളുടെ ഫോട്ടോ നമ്മൾ സംസാരിച്ചതിൻ്റെ പേരിൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മീഡിയയ്ക്ക് മുന്നിൽ വരണേക്കാട്ടിലും മുന്നേ നമ്മളുടെ കരിയർ, നമ്മളുടെ ലൈഫ് വരെ റിസ്ക് എടുത്തിട്ടാണ്. ഇനി നമ്മൾ ഡെന്റിസ്റ്റ് ആയിട്ട് പോലും വർക്ക് ചെയ്യില്ല, അതിൽ കുഴപ്പമില്ല, വീട്ടിൽ സംസാരിച്ചു കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ മീഡിയയ്ക്ക് മുന്നിൽ വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ആളെ വെച്ച് നിരീക്ഷിക്കാനല്ലാതെ പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. എൻ്റെ പാരൻസ് ഇന്നലെ ഞാൻ മീഡിയയിൽ എൻ്റെ മുഖം കണ്ടിട്ട് ടെൻഷനായിട്ട് തൃശ്ശൂരിൽ നിന്ന് ഇവിടേക്ക് അടുത്ത ട്രെയിനിൽ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള കൺസേൺസ് ഉണ്ട്, ഞങ്ങളുടെ ലൈഫിനെ കുറിച്ചുള്ള കൺസേൺസ് ഉണ്ട്. എത്ര ന്യൂസ് ചാനൽസ് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളുടെ കോളേജ് ഞങ്ങളെ നിരീക്ഷിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കുറേ കോളുകൾ ഇന്ന് രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് WHO റെപ്രസെൻറ്റേറ്റീവ് വരെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, സേഫ്റ്റി കൺസേൺസ് കണ്ടിട്ട്. നമുക്കതറിയില്ലായിരുന്നു. ഇന്ന് രാവിലെ ന്യൂസ് ചാനൽസിൽ നിന്ന് വിളിച്ച് നമുക്ക് ഇങ്ങനെ സേഫ്റ്റി കൺസേൺസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളിവിടെ ഒന്ന് ചോദിച്ചത്. സ്റ്റാഫ് അല്ല, ജോലി ചെയ്യുന്ന ആളാണ്. ഫോട്ടോസ് എടുത്തതെന്നുള്ള മൂന്നാല് പേരെങ്ങാണ്ടാണ് വീഡിയോസ് എടുക്കാൻ വന്നിട്ടുള്ളത്. ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു, ഫുൾ വീഡിയോ എടുക്കാൻ. അതെ അതെന്ന് പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട് അവര്. ഇന്ന് തന്നെ മാനേജ്മെന്റ് ഇവിടെ വരണം, ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരാൾ ഇവിടെ വരണം. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു